നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താവിതരണ രംഗത്ത് നൂതന സംവിധാനങ്ങൾ വന്നാലും ആദ്യത്തെ പത്രപ്രവർത്തകനായിരുന്നു നാരദ മഹർഷിയെന്ന് ഡോക്ടർ പി മുരളി പറഞ്ഞു. വിശ്വസംവാദ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ടോപ്പ് ഇൻ ടൗൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദേവർഷി നാരദ ജയന്തി മുൻ പത്രപ്രവർത്തകൻ CP രാമചന്ദ്രൻ അനുസ്മരണം, മുതിർന്ന പത്രപ്രവർത്തകൻ പട്ടത്താനം ശ്രീകണ്ഠനെ ആദരിക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പി മുരളി. നാരദന് എവിടെയും കയറിച്ചെല്ലാൻ കഴിയുന്ന പോലെ പത്രപ്രവർത്തകന് എവിടെയും കയറി ചെല്ലാം. കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കി അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അധികാരികളെയും ജനങ്ങളെയും അറിയിച്ച് തിരുത്തുക എന്നതാണ് പത്രപ്രവർത്തനം. നാരദനും അതുതന്നെയാണ് ചെയ്തിരുന്നതെന്നും ഡോക്ടർ പി മുരളി പറഞ്ഞു. BMS മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് CK സജി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗൾഫ് ടൈംസ് മുൻ മാനേജിംഗ് ഡയറക്ടർ CP രവീന്ദ്രൻ, CP രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആദരം ഏറ്റുവാങ്ങുന്ന പട്ടത്താനം ശ്രീകണ്ഠനെ പത്രപ്രവർത്തകൻ പത്മഗിരീഷ് പരിചയപ്പെടുത്തി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ സാധ്യമല്ലെന്നും നാരദ മഹർഷിയെ നിയന്ത്രിക്കാൻ പത്രമാനേജ്മെന്റുകൾ ഇല്ലാതിരുന്നതിനാൽ നാരദന് സ്വതന്ത്ര പത്രപ്രവർത്തനം സാധിച്ചിരുന്നെന്നും മറുപടി പ്രസംഗത്തിൽ പട്ടത്താനം ശ്രീകണ്ഠൻ പറഞ്ഞു. RSS ജില്ലാ പ്രചാർ പ്രമുഖ് C പ്രസാദ് സ്വാഗതവും സഹകാർ ഭാരതി കൈലാസമണി നന്ദിയും പറഞ്ഞു. സംഭവം ഗിരീഷ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഉള്ള ഒരു ക്ഷണം ഞാനൊരു അംഗീകാരമായിട്ടാണ് സ്വീകരിക്കുന്നത്. ആ ഒരു നാരദ മഹർഷിയുടെ ജയന്തിയോട് അനുബന്ധിച്ച് CP രാമചന്ദ്രൻ എന്ന് പറയുന്ന നട്ടലുള്ള തലയെടുപ്പുള്ള എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു പത്രപ്രവർത്തകനെ അനുസ്മരിക്കുകയും അതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടു കൂടി ശ്രീകണ്ഠൻ പട്ടത്താനം എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ ആസൂത്രിതമായ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇന്നും ഓർക്കപ്പെടുന്നത് ഏട്ടമാമ എന്ന് ഞങ്ങൾ മരുമക്കൾ വിളിച്ചിരുന്ന CP രാമചന്ദ്രൻ വളരെ കാലത്തോളം ജോലി ചെയ്തിരുന്ന ഡൽഹിയിലെ ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് 1986 വിരമിച്ച ശേഷം അവസാന കാലം ചെലവഴിക്കാനായി സ്വയം തിരഞ്ഞെടുത്ത പറളിയിലെ സഹോദരിയുടെ ശ്രീരാഗം എന്ന പേരുള്ള വീട്ടിൽ ഈ അടുത്ത കാലത്ത് നടന്നൊരു രാത്രി ചർച്ചയിലാണ് ഈ വിഷയം പൊന്തി വന്നത്. CP രാമചന്ദ്രൻ, പട്ടത്താനം, സ്വദേശാഭിമാനി ഇവരൊക്കെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം മുളച്ചു നിൽക്കുന്ന ഒരു വസ്തുത, ഇവരെല്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടു എന്നുള്ളതാണ്. ജീവിതത്തിൽ പലതും നഷ്ടപ്പെടാം എങ്കിൽ പോലും മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നു എന്നുള്ളത് ആണ് അവരുടെ ഒരു സവിശേഷത. അതവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ എത്രത്തോളം അത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ വിലയിരുത്തേണ്ടി വരും. ഇതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്തും മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കണം അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ആളും. അത് നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. കൊല്ലത്തെ പ്രസ് ക്ലബില്, പാലക്കാട് പ്രസ് ക്ലബില് അവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ വിവിധ ചുമതലകൾ പത്രപ്രവർത്തന രംഗത്ത് വഹിച്ചിട്ടുണ്ട്. തനതായ ശൈലിയിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് ശ്രീ പട്ടത്താനം ശ്രീകണ്ഠൻ പത്രപ്രവർത്തന രംഗത്ത് സ്വീകരിച്ചു വരുന്നത്. അത് അവൻ്റെ പണിവുണ്ട്. അപ്പോൾ ഈ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലാത്ത തൊഴിലാളികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത്. അപ്പോഴും ഞങ്ങൾ കുറേയൊക്കെ മൂല്യങ്ങൾ കാത്ത് സൂക്ഷിച്ചു. നേരത്തെ അഡ്വൈസ് പറഞ്ഞ മാതിരി ഇന്നത്തെ പത്രപ്രവർത്തകർക്ക് വായനയില്ല. ഇന്നത്തെ പത്രപ്രവർത്തകർ അധികം പടി കൊടുത്ത് അടി വാങ്ങുന്നവരാണ്. ഞങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പത്രപ്രവർത്തനം അധികം വൈകാതെ നിൽക്കുന്ന എൻ്റെ കണക്കും ഇത് ഞാൻ എപ്പോഴും പിന്നെ ഞാൻ എങ്ങനെ പത്രപ്രവർത്തനായി, ഞാൻ എന്തിനു പത്രപ്രവർത്തനായെന്നൊക്കെ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രതിപാദിക്കാമെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ സന്ദേശവും അല്ലെങ്കിൽ അന്ന് അദ്ദേഹം ചെയ്തതായിട്ടുള്ള പ്രവർത്തനം പത്രപ്രവർത്തനവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അവലോകനവും ഒരു ചിന്തയും ഒക്കെ ഈ അവസരത്തിൽ ഉണ്ടായത് വളരെ വലിയ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഏതായാലും
ഈ ഒരു മഹത്തായ അല്ലെങ്കിൽ ഈ ഒരു ധന്യമായിട്ടുള്ള ഈ സദസ്സ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി വളരെ കൃത്യമായിരുന്നു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.